RRB ALP എക്സാമിൻ്റെ CBT1 റിസൾട്ട് വന്നു. CBT2 എക്സാം മാർച്ച് 19-നും 20-നും കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് CBT2 എക്സാമിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ RRB ALPയുടെ CBT1 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ CBT2 എക്സാമിനേഷനെ കുറിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷനാണ്. അതായത് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടുത്തൊരു 10-20 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ ഇതിനിടയിൽ നോൺ ടെക്നിക്കൽ മാത്രമല്ല ടെക്നിക്കൽ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, ഇതെല്ലാം കൂടി നമുക്കൊരു 10-20 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ പല ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി ഈ എക്സാമിനേഷനിൽ കുറഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ALP എക്സാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ CBT2 കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ എക്സാം എത്ര ദൈർഘ്യമുള്ള എക്സാമാണ്, എത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, ഏതെല്ലാം ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് തുടങ്ങിയ രീതിയിൽ എക്സാമിനെ നമുക്കൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷൻ പ്ലാൻ വേണം. അതേപോലെ തന്നെ ഹൗ ടു പ്രിപ്പയർ ഫോർ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ്, നോൺ ടെക്നിക്കൽ അല്ല ടെക്നിക്കൽ സബ്ജക്റ്റ്, ഓക്കെ, ടെക്നിക്കൽ സബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ സ്ട്രീമിനനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ CBT2 എക്സാമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ CBT1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജോബ് കൺഫേം ആയോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. നമുക്ക് എത്രത്തോളം കൺഫർമേഷൻ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ CBT1 റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നോക്കിയുള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ടു ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ CBT2 ഷാൾ ബി ലിമിറ്റഡ് ടു 15 ടൈംസ് ദ നമ്പർ ഓഫ് വേക്കൻസി നോട്ടിഫൈഡ് അഗെയിൻസ്റ്റ് ഈച്ച് RRB. അതായത് ആകെ വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഇനിയിപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളിൽ 1/15 ഒരാൾക്ക് വീതം എന്ത് ചെയ്യുന്നുണ്ടാവും, ജോലി ലഭിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ 85% ആളുകളെ നിങ്ങൾ മറികടന്ന് കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് മറികടക്കാനുള്ളത് 14 ആളുകളെ കൂടിയാണ് അല്ലേ. അതായത് നിങ്ങൾ ഈ എക്സാമിനേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ 85% ആളുകൾ മറികടന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു 15%ത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ഇനി വീണ്ടും ഈ 15-ൽ ഒരാൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ജോലി ലഭിക്കുന്നുണ്ടാവുക. ഇതാണ് CBT1 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു റൈസ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ഈ എക്സാമിനേഷൻ്റെ ഫൈനൽ ലിസ്റ്റ്, അതായത് ALPയുടെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ CBT2. CBT2 മാർക്കിന് മാത്രമല്ല, അതേപോലെ CBAT എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെയും കൂടി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഈ എക്സാമിനെ കുറിച്ചും അതേപോലെ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് CBT2 എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. CBT2 എന്ന് പറയുന്നതിൽ 2 പാർട്ട് ഉണ്ടാവും. പാർട്ട് A ഉണ്ടാവും, അതേപോലെ പാർട്ട് B ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എക്സാംസ് വരുന്നത് നോക്കുകയാണെങ്കിൽ 2 hours 30 minutes ആണ് എക്സാമിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 175 ആണ്. 2.5 മണിക്കൂറിൽ 175 ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതിൻ്റെ 2 സെക്ഷനാണ്. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. ഓക്കെ, അതിൽ പാർട്ട് എയിൽ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. പാർട്ട് ബിയിൽ 60 മിനിറ്റിൽ 75 ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് പാർട്ട് A എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്, അതിൻ്റെ സിലബസിലേക്ക് നമുക്ക് വരാം. അതേപോലെ പാർട്ട് B എന്ന് പറയുന്നത് ടെക്നിക്കലുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സെക്ഷൻസ് വന്നിരിക്കുന്നത്. ദർ ഷാൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1/3 ഫോർ ഈച്ച് റോങ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ തെറ്റായിട്ടുള്ള ഉത്തരത്തിനും 1/3 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ നോർമലൈസേഷൻ ഓഫ് മാർക്സ് will be done for CBT held in multiple shift. അതിൽ നോർമലൈസേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ പാർട്ട് A മിനിമം പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% ആണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിൽ ഈ പാർട്ട് എയുടെ കാര്യം നമ്മളിപ്പം നോക്കേണ്ട കാര്യമില്ല. കാരണം അത് തീർച്ചയായിട്ടും ആ മാർക്കൊന്നും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയില്ല. കാരണം അതിൽ എത്രത്തോളം സ്കോർ ചെയ്താലാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പാർട്ട് എയിൽ എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാനുള്ള സാധ്യത. ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയെങ്കിലും വേണമെന്നാണ്. പക്ഷേ ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഈ മാർക്കിലൊന്നും അല്ല വേണ്ടത്. നമുക്ക് ഉയർന്ന മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. ഇനി പക്ഷേ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. Only the mark scored in part A shall be counted for shortlisting of candidates for further stages of this recruitment process, provided the candidate, irrespective of community, is able to secure a qualifying marks of 35% in part B.
അവിടെയാണ് പോയിന്റ് എടുക്കുന്നത്. അതായത് ഈ പാർട്ട് ബിയിലുള്ള 75 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ മസ്റ്റായിട്ടും 35% നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഈ 75 ക്വസ്റ്റ്യൻസിൽ 35% എന്ന് പറയുമ്പോൾ 26 പോയിന്റ് സംതിങ് ആണ്. അതായത് ഒരു 27 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ 27 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ 75 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 75 ശരിയാക്കിയാലും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനൊന്നും പറ്റില്ല. കാരണം ഈ മാർക്ക് എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യനുള്ള ഈ മാർക്ക് എന്ന് പറയുന്നത് അത് എക്സാമിൻ്റെ റിസൾട്ടിൽ യാതൊരു തരത്തിൽ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല റാങ്ക് ലിസ്റ്റ് എഴുതാൻ. ഓക്കെ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ 75 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. പിന്നെ എന്തിനാ എക്സാം എഴുതുന്നത്? പക്ഷേ ഈ 75-ൽ നിങ്ങൾക്ക് 27 മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എത്ര സ്കോർ ചെയ്താലും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. പോയിന്റ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇതൊരു ക്വാളിഫയിങ് നേച്ചറാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 27 മാർക്കെങ്കിലും നേടിയിട്ട് ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ ക്വാളിഫൈ ചെയ്താൽ എന്ത് പരിഗണിക്കും, 100 മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി പരിഗണിക്കും. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി, ഞാൻ എ എന്ന് പറഞ്ഞൊരു ഉദ്യോഗാർത്ഥി എടുക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആ ഉദ്യോഗാർത്ഥിക്ക് പാർട്ട് എയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 100 എണ്ണത്തിൽ 70 എണ്ണം ശരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുക. 70 മാർക്ക് കിട്ടിയിട്ടുണ്ട് പാർട്ട് എയിൽ. എ എന്ന് പറഞ്ഞ ആൾക്ക് പാർട്ട് എയിൽ 70 മാർക്കുണ്ട്. അതേപോലെ പാർട്ട് ബിയിൽ നോക്കുകയാണെങ്കിൽ അയാൾ ആകെ 20 മാർക്കേ സ്കോർ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇത് എ എന്ന് പറഞ്ഞ ഒരാൾ മാർക്ക് ലിസ്റ്റാണ്. പാർട്ട് എയിൽ 70 മാർക്കും പാർട്ട് ബിയിൽ 20 മാർക്കാണ് കിട്ടിയത്. അതേസമയം മറ്റൊരാൾ നോക്കുകയാണ്, ബി എന്ന് പറഞ്ഞ ഒരാൾ പാർട്ട് എയിൽ അയാൾക്ക് 60 മാർക്കേ ഉള്ളൂ. അതേപോലെ പാർട്ട് ബിയിൽ അയാൾക്ക് എത്രയോ വന്നിട്ടുള്ളൂ, ഞാൻ പറയുകയാണ് 29 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ വന്നെന്ന് വിചാരിക്കാം. ഞാൻ രണ്ടാൾക്കാരെ മാർക്കാണ് കൺസിഡർ ചെയ്തത്. ഇതിൽ ഇവിടെ എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്നത് പാർട്ട് ബിയിൽ 20 മാർക്കാണ്. ഞങ്ങളോട് പറഞ്ഞു പാർട്ട് ബിയിൽ മിനിമം എത്ര വേണം, 35% അഥവാ 27 മാർക്ക് വേണം. അതുകൊണ്ട് തന്നെ പാർട്ട് ബിയിൽ അത്രയും സ്കോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. ഈ പറഞ്ഞ ആൾ എന്ത് ചെയ്യും, 70 മാർക്ക് പാർട്ട് എയിൽ കിട്ടിയിട്ടും ആൾ എന്ത് ചെയ്യാണ്, ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ്. എന്നാൽ പാർട്ട് ബി നിങ്ങൾ നോക്കി, ബി എന്ന് പറഞ്ഞ ആൾ നിങ്ങൾ നോക്കി, ബി എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പാർട്ട് ബി ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ പാർട്ട് എയുടെ മാർക്ക് എത്ര വന്നിട്ടുണ്ട്, 60 മാർക്ക് വന്നതുകൊണ്ട് തന്നെ ഈ 60 മാർക്ക് എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. ഓക്കെ, ഇയാൾ ക്വാളിഫൈഡ് ആണ്. ഈ മാർക്ക് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. എന്നാൽ ഇവിടെ 70-ന് പകരം 100 കിട്ടിയെന്ന് വിചാരിക്കുക, 100 തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. എന്നാലും ഈ പാർട്ട് ബിയിൽ 27 കിട്ടിയില്ലെങ്കിൽ അതെന്ത് ചെയ്യില്ല, റാങ്ക് ലിസ്റ്റിന് വേണ്ടി പരിഗണിക്കില്ല. അപ്പോൾ നമ്മൾ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർട്ട് ബി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വാളിഫൈഡ് ആയി കിട്ടുകയും വേണം, എന്നാൽ പാർട്ട് എയിൽ നല്ല സ്കോർ വരികയും വേണം. ഇതാണ് നമ്മുടെ CBT 2-ന്റെ ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാണ്, പാർട്ട് ബി ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറയുമ്പോൾ 27 മാർക്കെങ്കിലും കിട്ടണം. 27 എന്ന് പറയുമ്പോൾ 27 ക്വസ്റ്റൻ ഒന്നും എഴുതിയാൽ പോരട്ടോ. ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു 50 മിനിമം നിങ്ങൾ എഴുതി വെക്കണം, എന്നാലേ 27 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ. അവിടെ 27 മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കാര്യമുള്ളൂ. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കാൻ പോകുന്നത് ഈ 90 മിനിറ്റ് തന്നെയായിരിക്കും കേട്ടോ. ഈ 90 മിനിറ്റിൽ നിങ്ങൾ ഇവിടെ എത്രത്തോളം സ്കോർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് ഈ എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ എക്സാമിനേഷനെ കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സാമിന് വരുന്ന സിലബസിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പാർട്ട് എയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ CBT 1-ൽ എഴുതിയ പോലെ തന്നെ മാത്തമാറ്റിക്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും അതേപോലെ വന്നിരിക്കുകയാണ്. ഈ സിലബസിനെ കുറിച്ച് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, algebra, geometry, trigonometry, elementary statistics, square root, age calculation, calendar, clock, pipes and system problems. ഇതൊക്കെയാണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ടോപ്പിക്സ് ആണ്. ബിക്കോസ് CBT 1-ന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മറ്റനേകം എക്സാംസുകൾക്ക് വേണ്ടി വരുന്ന സിമിലർ ടോപ്പിക് തന്നെയാണ്. അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നോക്കുകയാണെങ്കിൽ അനലോജിസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, അനലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻ, സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ് ആൻഡ് അസംഷൻ. അഗൈൻ ഈ ടോപ്പിക് നിങ്ങൾ
നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. എന്നാൽ ഈ എക്സാമിനേഷനിൽ വളരെ ക്രൂഷ്യലായിട്ട് മാറുന്ന മറ്റൊരു ഫാക്ടറാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നേരത്തെ പഠിച്ചൊരു ടോപ്പിക് അല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം നമ്മൾ ഈ പാർട്ട് എയിൽ സ്കോർ ചെയ്യുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് അവിടെ പാർട്ട് ബിയിൽ ഒരുപാട് മാർക്ക് വന്നിട്ടൊന്നും കാര്യമില്ല. കാരണം പാർട്ട് എയിലാണ് നമ്മുടെ മാർക്ക് കിടക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പുതിയ ടോപ്പിക്കുകളാണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് അല്ല. ഇതിനോടകം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അല്ലാത്തവർ എത്രയും പെട്ടെന്ന് പഠിക്കേണ്ട ടോപ്പിക്കാണ് ദ ബ്രോഡ് ടോപ്പിക്സ് ദാറ്റ് കവേർഡ് അണ്ടർ ദ ഷാൽ ബി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതിൽ പ്രൊജക്ഷൻസ്, വ്യൂസ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്, ലൈൻസ്, ജോമെട്രിക് ഫിഗേഴ്സ്, അതേപോലെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. ദെൻ ഫിസിക്സിലുള്ള യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ്, മാസ്, വെയ്റ്റ്, ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ബേസിക് ഇലക്ട്രിസിറ്റി, ദെൻ ലെവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, അതേപോലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് IT ലിറ്ററസി എക്സെട്ര. ഇതാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ. എഗെയിൻ ഈ ഒരു ടോപ്പിക്ക് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. നിങ്ങൾ വളരെ എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിക്കണം. സോ ഇവിടുത്തെ മാർക്കായിരിക്കും നിങ്ങളെ ഫൈനൽ ക്രൂഷ്യലായിട്ട് മാറുക. ഇനി CBT 2ൻ്റെ സിലബസ് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പാർട്ട് ബിയുടെ സിലബസ്. പാർട്ട് ബിയുടെ സിലബസ് നിങ്ങൾക്കറിയാം, ഒരുപാട് ട്രേഡുകളുണ്ട്. മെക്കാനിക്കൽ തന്നെ പല ട്രേഡുകളുണ്ട്, ഇലക്ട്രിക്കൽ ഒരുപാട് ട്രേഡുകളുണ്ട്, ഇലക്ട്രോണിക്സിൽ പല ട്രേഡുകളുണ്ട്. അപ്പോൾ ഒരുപാട് ട്രേഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് സിലബസ് ഞാൻ 1 by 1 ആയിട്ട് പറയുന്നില്ല. പക്ഷേ ആ സിലബസ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പാർട്ട് ബി ഈസ് ഓൺലി ഇൻ ക്വാളിഫയിങ് ടെസ്റ്റ് ഇൻ നാച്ചർ ആൻഡ് ഷാൾ ഹാവ് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് വേരിയസ് ട്രേഡ് സിലബസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിങ്, DGT അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിങ്ങിന് അനുസരിച്ചിട്ടുള്ള ആ രീതിയിൽ അവരുടെ DGTയുടെ ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ITI സിലബസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 35% ആണ് കാൻഡിഡേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി. അതോട് ശ്രദ്ധിക്കണം, കാറ്റഗറി വൈസ് കമ്മ്യൂണിറ്റി വൈസോ പ്രത്യേകിച്ചൊരു കുറവോ അല്ലെങ്കിൽ റിലാക്സേഷനോ ഇവിടെ വരുന്നില്ല. സിലബസ് ഓഫ് വേരിയസ് ട്രേഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് dgt.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. DGT. നമ്മുടെ വെബ്സൈറ്റ് ഞാൻ ഒന്നുകൂടി ഇവിടെ ഇതാണ് dgt.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ ട്രേഡിൻ്റെ സിലബസ് കിട്ടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് വിത്ത് ITI ഓർ ട്രേഡ് അപ്രന്റീസ്ഷിപ്പ് ക്വാളിഫിക്കേഷൻ വിൽ ബി റിക്വയർഡ് ടു അപ്പിയർ ഇൻ ദ സെക്ഷൻ ഹാവിംഗ് ക്വസ്റ്റ്യൻ ഫ്രം ദ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓർ ഡിപ്ലോമ കാൻഡിഡേറ്റ് ഹാവ് ടു സെലക്ട് 1 ട്രേഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ട്രേഡ് ലിസ്റ്റഡ് ബിലോ അഗെയിൻസ്റ്റ് ദെയർ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ. അത് നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കണേ, നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈമിൽ സെലക്ട് ചെയ്ത ട്രേഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. കാര്യം ഇതിന് മുന്നേ ഞാൻ LP എക്സാം എഴുതിയ സമയത്ത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അറിയാണ്ട് ഏതോ ട്രേഡ് സെലക്ട് ചെയ്തു പോയി. പക്ഷേ എക്സാം ഹാളിൽ പോയപ്പോഴാണ് അവർ അറിഞ്ഞത് നമ്മൾ ഇന്ന ട്രേഡായി പോയി കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ കൊടുത്ത ട്രേഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സോ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു എഫക്റ്റീവായിട്ട് ഈ എക്സാമിനേഷനെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോയിന്റിൽ എക്സാമിനേഷനെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. എങ്ങനെയാണ് എക്സാംസ്, 2.5 മണിക്കൂർ എക്സാം, അതിൽ 90 മിനിറ്റ് എന്ന് പറയുന്നതാണ് പാർട്ട് എ. അതേപോലെ 60 മിനിറ്റ് പാർട്ട് ബി ആണ്. പാർട്ട് ബി ക്വാളിഫയിങ് നാച്ചറാണ്, ടെക്നിക്കൽ സബ്ജക്റ്റാണ് വരിക. 27 മാർക്കെങ്കിലും അവിടെ മിനിമം സ്കോർ ചെയ്തിരിക്കണം. അതേപോലെ പാർട്ട് എ ആണ് റാങ്ക് ലിസ്റ്റിന് നിർണ്ണായകമായിട്ടുള്ളത്. സോ അവിടെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എക്സാം ഇതിൽ മനസ്സിലാക്കേണ്ടത്. ദെൻ മേക്ക് എ സ്മാർട്ട് പ്രിപ്പറേഷൻ പ്ലാൻ എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും? നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഈ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? പാർട്ട് എയുടെ സബ്ജക്റ്റിലാണ്. എന്ന് വെച്ചാൽ പാർട്ട് ബി പഠിക്കേണ്ട എന്നല്ല കേട്ടോ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. പാർട്ട് ബി നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കുക തന്നെ വേണം. പക്ഷെ അത് പാരലായിട്ട് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ ഈ അടുത്തൊരു 10 ദിവസം പാർട്ട് ബി പഠിക്കുക, അടുത്തൊരു 10 ദിവസം പാർട്ട് എ പഠിക്കുക, അതായിരിക്കരുത് നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഡെയിലി നിങ്ങൾ കുറച്ച് സമയം എന്ത് ചെയ്യുക, പാർട്ട് എക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, പാർട്ട് ബിക്ക് വേണ്ടി മാറ്റി വെക്കുക. കൂടുതൽ സമയം ഇപ്പം ഞാനൊരു ഡെയിലി ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ പോലും ലീവ് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഡെയിലി നിങ്ങളൊരു മിനിമം ഒരു 12 മുതൽ 15 മണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ 12 മണിക്കൂറിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് പാർട്ട് എക്ക് വേണ്ടിയാണ്. പാർട്ട് എക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഡെയിലി ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്താൽ മതി? 2 മുതൽ 3 മണിക്കൂർ വരെ നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്താൽ മതി? പാർട്ട് ബി പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ,
സോ ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഇലക്ട്രിക്കൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ അന്ന് വന്നിട്ടുള്ള പാർട്ട് ട്രേഡിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ വലിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ബേസിക് തിയറി ക്വസ്റ്റ്യൻസുകളായിരിക്കും അന്നത്തെ പാറ്റേണിൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡെയിലി നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, അതിൽ ഏതൊക്കെ സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം. നമുക്ക് സ്പീഡിന് വലിയൊരു ഫാക്ടർ ഉണ്ട്. ഈ പരീക്ഷയിൽ വലിയൊരു ഘടകമാണ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ആ ലിസ്റ്റിൽ വന്നതുകൊണ്ട് കാര്യമില്ല, അതിൽ പരമാവധി സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ചെറിയ മാർക്ക് മതിയാവില്ല, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.